ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ആ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. റിഗ്രറ്റ് ഉണ്ടോ? എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇത് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമല്ല, എനിക്ക് വേറൊരു ചോദ്യം കൂടെ സ്ഥിരമായിട്ട് കിട്ടും, ഇനി പോവാൻ താല്പര്യമുണ്ട്. കാരണം ആരും പറയാറില്ല. അല്ല, അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ലൈഫിലൊന്നും നമ്മൾ ഇതുപോലെ ഫോൺ ഉപയോഗിക്കാണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടോ ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ടോ നമ്മൾ ഇരിക്കുന്നില്ല. പിന്നെ നമുക്ക് താല്പര്യമില്ലാത്ത സിറ്റുവേഷൻസ് നമ്മൾ യൂഷ്വലി അവോയ്ഡ് ചെയ്യാണ് പതിവ്. അവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളവിടെയാണ്. പിന്നെ 24 മണിക്കൂറും നമ്മൾ ഒരു മൃഗശാലയിൽ നമ്മളെ വാച്ച് ചെയ്യുന്ന പോലെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മള് കാഴ്ച വസ്തുക്കളാണ്. പക്ഷെ നമ്മൾ 24 hours ഈ സർവൈലൻസിലാണെന്നുള്ളത് എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് തോട്ട് ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. പലർക്കും അത് ഇല്ലാന്ന് പറയും, എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെല്ലുന്ന ഒരു ഷോയുടെ ഭാഗമായിട്ടാണ്. ഷോ മീൻസ് ഷോയിങ് സംതിങ്. സോ അതൊരു ഷോ ആണെങ്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലൊരു പ്രസ്റ്റീജിയസ് ഷോ ആവുമ്പോൾ ഒരു ചാനലിലെ അത്രയും ആൾക്കാർ നമ്മളെ കാണാനുണ്ടാവും. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അങ്ങോട്ട് റീച്ച് ആവാത്ത രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് ഷോയ്ക്ക് ഉള്ളിൽ നിൽക്കുമ്പോഴല്ല, നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് മാറ്റങ്ങൾ വരും. നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഉള്ളിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഒരിക്കലും പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് പലരിൽ നിന്നും കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്നതൊന്നും അതൊന്നും സ്ക്രിപ്റ്റഡേ അല്ല. അപ്പം നമ്മൾ അത് എന്താ പറയാ, നമ്മൾ ആ ഒരു അവസരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, നാച്ചുറൽ ഇതാണ്. അവിടെ നമ്മളെങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ തിരുത്തി മറ്റൊന്നാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ ഷോ. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ പോവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഒരു റിഗ്രറ്റും ഇല്ല. ലാലേട്ടൻ ഉൾപ്പെടെ ചേച്ചിയുടെ അഭിനയത്തെ ഒരു എപ്പിസോഡിലെന്ന് തോന്നുന്നു എങ്ങനെയായിട്ട്